കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ചിറങ്ങരയിൽ വീണ്ടും അപകടം. പാർശ്വഭിത്തിയിൽ ഘടിപ്പിക്കുന്നതിനിടെ സ്ലാബ് താഴെ വീണു. ഒഴിവായത് വൻ ദുരന്തം. പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കുന്നത് വൈകും. തൃശൂർ മൃഗശാലയിൽ നിന്ന് ഹിപ്പോപ്പൊട്ടാമസുകളെ മാറ്റുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ മാറ്റാൻ തിരക്കിട്ട ചർച്ചകൾ. വിവാഹ തിരക്കിലമർന്ന് ഗുരുവായൂർ ക്ഷേത്രം. ക്ഷേത്രത്തിൽ നടന്നത് 265 വിവാഹങ്ങൾ. വിളറക്കാട് കടങ്ങോട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിന്റെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാത്തത് പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നു. പഴയ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ മുഖം മറച്ച നിലയിൽ. വിശദാംശങ്ങളിലേക്ക്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ചിറങ്ങരയിൽ വീണ്ടും അപകടം. പാർശ്വഭിത്തിയിൽ ഘടിപ്പിക്കുന്നതിനിടെ സ്ലാബ് താഴെ വീണു. JCB ഉപയോഗിച്ച് ഉയർത്തിയ കോൺക്രീറ്റ് സ്ലാബ് 15 അടി ഉയരത്തിൽ നിന്നാണ് താഴെ വീണത്. സർവീസ് റോഡിൽ വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ വൻ ദുരന്തമൊഴിവായി. തൃശൂർ എറണാകുളം ദിശയിൽ ചിറങ്ങര ഇറിഗേഷൻ ഓഫീസിന് സമീപത്തായിരുന്നു അപകടം. കൃത്യതയും കാര്യക്ഷമതയും ഇല്ലാതെ പ്രവൃത്തികൾ നടക്കുന്നതാണ് അപകടത്തിനിടയാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. റെഡിമെയ്ഡ് കോൺക്രീറ്റ് സ്ലാബുകൾ ലോക്ക് ചെയ്താണ് പാർശ്വഭിത്തിയിൽ ഘടിപ്പിക്കുന്നത്. നിരന്തരം പരാതികൾ ഉയർന്നിട്ടും ദേശീയപാത അധികൃതർ നിസ്സംഗത തുടരുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കുന്നത് വൈകും. റിപ്പബ്ലിക് ദിനം മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ മാറ്റുകയായിരുന്നു. പൊതുജനങ്ങൾക്ക് സുവോളജിക്കൽ പാർക്കിലേക്ക് പ്രവേശനത്തിന് 2 ആഴ്ച കൂടി കാത്തിരിക്കേണ്ടി വരും. നിലവിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സുവോളജിക്കൽ പാർക്കിലേക്ക് പ്രവേശനം. തൃശൂർ മൃഗശാലയിൽ നിന്ന് ഹിപ്പോപ്പൊട്ടാമസുകളെ മാറ്റുന്നത് സാങ്കേതിക കാരണങ്ങളാൽ തടസ്സപ്പെട്ടു. സാങ്കേതിക കുരുക്ക് അഴിക്കുന്നതിനായി കേന്ദ്ര സൂ അതോറിറ്റിയുമായി നേരിട്ട് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കുവാൻ സുവോളജിക്കൽ പാർക്ക് അധികൃതർ തിരക്കിട്ട ചർച്ചകൾ ആരംഭിച്ചു. KSRTCയുടെ 2 ബസ്സുകൾ സുവോളജിക്കൽ പാർക്കിൽ സർവീസ് ആരംഭിക്കുവാനുള്ള നീക്കം സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തടസ്സപ്പെട്ടു. തിരുവനന്തപുരത്ത് നിന്ന് 2 AC ലോ ഫ്ലോർ ബസ്സുകൾ എത്തിക്കുവാനുള്ള നീക്കമാണ് തടസ്സപ്പെട്ടത്. അതിനിടെ മഹാരാഷ്ട്രയിൽ നിന്ന് കൂടുതൽ കടുവകളെ എത്തിക്കാൻ അനുമതിയായി. വിദേശത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ ജിറാഫിനെയും മാനിനെയും 6 മാസത്തിനകം എത്തിക്കും. സുവോളജിക്കൽ പാർക്ക് നടത്തിപ്പിനായി തൃശൂർ സുവോളജിക്കൽ പാർക്ക് കൺസർവേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി രൂപീകരിക്കാൻ നേരത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. വനം വകുപ്പിന്റെ കീഴിലാണ് മന്ത്രി ചെയർമാനായി സൊസൈറ്റി രൂപീകരിക്കുന്നത്. സൊസൈറ്റി രൂപീകരിക്കുന്നതോടെ സുവോളജിക്കൽ പാർക്കിലെ ദൈനംദിന പ്രവൃത്തികൾ സുഗമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവാഹ തിരക്കിൽ മുങ്ങി ഗുരുവായൂർ ക്ഷേത്രം. 265 വിവാഹങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. പുലർച്ചെ 4 മുതലാണ് ക്ഷേത്രനടയിൽ താലികെട്ട് ആരംഭിച്ചത്. തിരക്ക് കണക്കിലെടുത്ത് 5 വിവാഹ മണ്ഡപങ്ങൾ ഒരുക്കിയിരുന്നു. താലികെട്ടിന് കാർമ്മികത്വം വഹിക്കാൻ അധിക കോയ്മമാരെയും വാദ്യസംഘങ്ങളെയും നിയോഗിച്ചിരുന്നു. വധൂവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 24 പേരെ മാത്രമാണ് മണ്ഡപത്തിന് സമീപത്തേക്ക് പ്രവേശിപ്പിച്ചത്. മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപത്തെ കൗണ്ടറിൽ നിന്ന് ടോക്കൺ നൽകി വിവാഹ സംഘങ്ങളെ മണ്ഡപത്തിനടുത്തേക്ക് കടത്തിവിട്ടു. താലികെട്ട് കഴിഞ്ഞ വിവാഹ സംഘത്തിന് തെക്കേ നടവഴി മടങ്ങിപ്പോകാൻ വഴിയൊരുക്കി. ക്ഷേത്ര ദർശനത്തിനും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം എന്നിവ അനുവദിച്ചിരുന്നില്ല. ക്ഷേത്രത്തിനകത്തും പുറത്തും വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയാണ് തിരക്ക് നിയന്ത്രിച്ചത്. കൂടുതൽ സെക്യൂരിറ്റി ജീവനക്കാരെയും നിയോഗിച്ചു. വിവാഹ സംഘങ്ങളുടെ വാഹനങ്ങൾ നിറഞ്ഞതോടെ ക്ഷേത്രനഗരിയിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. ഇന്നർ ഔട്ടർ റിംഗ് റോഡുകളിൽ പൂർണ്ണമായും വൺ വേ ഏർപ്പെടുത്തിയിരുന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. അപകടാവസ്ഥയിൽ നിൽക്കുന്ന വെള്ളറക്കാട് കടങ്ങോട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിന്റെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാത്തത് പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നു. പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ മുഖം മറച്ച നിലയിലാണ് പഴയ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. 1985 നിർമ്മിച്ച പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടം ചുമരുകൾ വിണ്ടുകീറി മേൽക്കൂരയുടെ വാർ പടർന്നു വീഴുന്ന അവസ്ഥയിലായതിനെ തുടർന്നാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 44 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 2020 സെപ്റ്റംബറിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. പുതിയ കെട്ടിടം നിർമ്മിച്ച് 5 വർഷം കഴിഞ്ഞിട്ടും പഴയ കെട്ടിടം പൊളിച്ചു നീക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. പുതിയ ഓഫീസ് കാണാൻ കഴിയാത്ത നിലയിൽ ഇതിനു മുന്നിലാണ് പഴയ കെട്ടിടം നിലനിൽക്കുന്നത്. പഴയ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ്.
ഇത് പുതിയ കെട്ടിടത്തിനും ജീവനക്കാർക്കും ഇവിടെ എത്തുന്നവർക്കും അപകട ഭീഷണി ഉയർത്തുന്നു. പഴയ കെട്ടിടത്തിന്റെ വാതിൽ അടയ്ക്കാൻ കഴിയാത്തതും കോമ്പൗണ്ടിന് ചുറ്റുമതിലില്ലാത്തതും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അവസരമുണ്ടാക്കുന്നതായും പരാതിയുണ്ട്. TCV ന്യൂസ്, എരുമപ്പെട്ടി. വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പ്രചാരണത്തിനെതിരെ ജനാധിപത്യവാദികളും ഇതര സമുദായങ്ങളും രംഗത്തിറങ്ങണമെന്ന് ശ്രീനാരായണ ദർശനവേദി സംഘടിപ്പിച്ച സെമിനാർ അഭിപ്രായപ്പെട്ടു. SNDP സ്ഥാപക നേതാവും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന ഡോക്ടർ പൽപുവിന്റെ 75ാം ഓർമ്മദിനത്തോടനുബന്ധിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ശ്രീനാരായണ ഗുരുവിന്റെ കേരളവും SNDP യോഗ ചരിത്രവും എന്ന വിഷയത്തിൽ കൊടുങ്ങല്ലൂരിൽ നടന്ന സെമിനാറിൽ PK സുധീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. J. രഘു, സുദേശ് M. രഘു, അഡ്വക്കേറ്റ് K. തൊഹാനി, മാളവിക ബിന്നി, അഡ്വക്കേറ്റ് KS നിസാർ, പ്രൊഫസർ CG ചന്താമരാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കലാമണ്ഡലത്തിൽ കഥകളി സംഗീതത്തിൽ ആദ്യമായി 2 പെൺകുട്ടികൾ തിങ്കളാഴ്ച അരങ്ങേറ്റം കുറിക്കും. പാലക്കാട് സ്വദേശിനി ദേവനന്ദ D. നായർ, തിരുവനന്തപുരം സ്വദേശിനി JS ഹരിത എന്നിവരാണ് അരങ്ങേറ്റം കുറിക്കുന്നത്. മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടായിരുന്നു ആദ്യ ഗുരു. തുടർന്ന് സദനം ശിവദാസ്, കലാമണ്ഡലം വിശ്വാസ് എന്നിവരുടെ കീഴിലാണ് ഇരുവരും പഠനം പൂർത്തിയാക്കിയത്. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി എടവിലങ്ങ് പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന വാതക ശ്മശാനത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MR കൈലാസൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സുനിത മുരളീധരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മറ്റുപേർ, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക്. ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഇന്ത്യയോട് പറയാനുള്ളത് എന്ന വിഷയത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെമിനാർ സംഘടിപ്പിച്ചു. മുൻമന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി M. രാജേഷ് ജില്ലാതല വായനാ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മുഷ്താഖ് അലി, PN ദേവി പ്രസാദ്, UK സുരേഷ് കുമാർ, ER ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. എന്ത് കേരളത്തിലേക്ക് വർഗീയത കടന്നു വരാത്ത അതിനുള്ള ഉത്തരങ്ങളാണ് പറയുന്നത്. വിമർശനാത്മക ഭാവം മനസ്സിൽ വളർത്തുന്നതാണ് അതിൻ്റെ പൊളിറ്റിക്സ്. വിമർശനാത്മക ഭാവം മനസ്സിൽ ഉണർത്തുമ്പോൾ പ്രകൃതിയുടെ ചിന്തകളെ കൂട്ടിച്ചേർത്ത് വെച്ചു കൊടുത്താൽ തെറ്റാണ് വർഗീയ ചിന്ത എന്ന് തെളിയും. ആ വിമർശനാത്മക ബോധത്തിൻ്റെ സമഷ്ടിയിലാണ് വർഗീയത ചെറുക്കാനുള്ള. ഉല്ലൂർ, ഭരത എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന പുനർജീവൻ ആശ്രമം ഡയറക്ടർ മാത്യു ചുങ്കത്തിന്റെ ജന്മദിനം ആഘോഷിച്ചു. 100 കണക്കിന് പേർ ആശംസകളുമായി എത്തി. ഒല്ലൂർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA മുഖ്യാതിഥിയായി. ജെറുസലേം ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ഡേവിസ് പടത്ത്, ആശ്രമം കമ്മിറ്റി അംഗവും MR കൺസ്ട്രക്ഷൻ ഡയറക്ടറുമായ മനു പഴുവുങ്കാരൻ, MR കൺസ്ട്രക്ഷൻ ഡയറക്ടർ രാജേഷ് ഭരത, ഫാദർ ജോർജ് നിരേപ്പറമ്പൻ, ഒല്ലൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോഷി, ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ബിജു എന്നിവർ സംസാരിച്ചു. വൈറൽ ഗായകനായ വിൽസന്റെ പാട്ടുകളും ആശ്രമം അന്തേവാസികളുടെ കലാപരിപാടികളും ജന്മദിന ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ആഘോഷത്തിൽ പങ്കെടുത്തവർക്ക് MR കൺസ്ട്രക്ഷന്റെ നേതൃത്വത്തിൽ ഭക്ഷണമൊരുക്കിയിരുന്നു. വീൽചെയറിൽ ജീവിതം തള്ളി നീക്കുന്ന നിർധനരായവർക്ക് ആശ്രയമായ പുനർജീവൻ ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒട്ടനവധി സഹായങ്ങളാണ് MR കൺസ്ട്രക്ഷൻ നൽകി വരുന്നത്. നിരാലംബരായ രോഗികൾക്ക് ആശ്രയമായി പ്രവർത്തിക്കുന്ന പുനർജീവന് വേണ്ടി ഇനിയും സഹായങ്ങൾ നൽകാൻ സന്നദ്ധരാണെന്ന് MR കൺസ്ട്രക്ഷൻ ഡയറക്ടർമാരായ മനു പഴുവുങ്കാരൻ, രാജേഷ് ഭരത എന്നിവർ അറിയിച്ചു.
ഉത്രാളിക്കാവ് പൂരത്തിനുള്ള എങ്കക്കാട് ദേശത്തിന്റെ വൈദ്യുത അലങ്കാര പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു. ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണൻ അയ്യർ, കീഴ്ശാന്തി ഹരിഹരൻ അയ്യർ, കോമരം പള്ളിയത്ത് മാധവൻ നായർ എന്നിവർ ഭൂമി പൂജയ്ക്ക് നേതൃത്വം നൽകി. ദേശീയ കമ്മിറ്റി പ്രസിഡന്റ് PR സുരേഷ് കുമാർ, ജനറൽ സെക്രട്ടറി C ജയേഷ് കുമാർ, ട്രഷറർ നീലകണ്ഠൻ, ചീഫ് കോർഡിനേറ്റർ B സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഉലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ അമ്പതിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ ലോയ്ഡ് മൊയ്ലൻ, ഫാദർ ജിജോ തറയിൽ, ആശിഷ് പെരുമ്പുഴയിൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ ചടങ്ങുകൾക്ക് വികാരി ഫാദർ വർഗീസ് കുത്തൂർ, സഹവികാരിമാരായ ഫാദർ എഡ്വിൻ, ഫാദർ തേജസ് കുന്നപ്പള്ളിയിൽ, കൈക്കാരന്മാരായ ഷാജു പടിക്കല, ഷോണി അക്കര, ജോഫി ചിറമൽ, ജെയ്സൺ പ്ലാക്കൽ എന്നിവർ നേതൃത്വം നൽകി. കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന നാടൻ കലാരൂപങ്ങളുടെ വരവ് വർണ്ണാഭമായി. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ കുട്ടകളിൽ നിറച്ച വിത്ത് ദേവിക്ക് വഴിപാടായി സമർപ്പിച്ചാണ് മടങ്ങിയത്. താലപ്പൊലി ആഘോഷിക്കുന്ന ദിവസത്തിന്റെ പിറ്റേന്നാണ് പുത്തൂക്കാവിലേക്ക് ദളിത് വിഭാഗക്കാരുടെ അനുഷ്ഠാന കലാരൂപങ്ങൾ എത്തുന്നത്. പുലിയ സമുദായക്കാരുടെ നേതൃത്വത്തിലുള്ള കാളകളി വരവ്, സാംബവ സമുദായക്കാരുടെ കാളിദാരികൻ നൃത്തം എന്നറിയപ്പെടുന്ന വട്ടമുടി തെയ്യം എന്നീ കലാരൂപങ്ങളാണ് പ്രധാനമായും ഇങ്ങനെ ക്ഷേത്രത്തിലെത്തിയത്. കാളകളി സംഘങ്ങളാണ് ഇത്തവണ ആദ്യം എത്തിയത്. കാളയുടെ രൂപം ചുമലിലേറ്റി വാദ്യമേളങ്ങൾക്കൊത്ത് ചുവട് വെച്ചെത്തിയ സംഘങ്ങൾ ക്ഷേത്രം വലം വെച്ച ശേഷം നടയിലെത്തി വഴിപാട് സമർപ്പിച്ചു. വട്ടമുടി തെയ്യവുമായി സാംബവ സമുദായക്കാരും പുത്തൂക്കാവിലമ്മയുടെ അനുഗ്രഹം തേടിയെത്തി. അരമണി കിലുക്കി ദേവിയെ സ്തുതിക്കുന്ന പാട്ടുകളുമായാണ് സംഘം ചുവടുവെച്ചത്. ദേവിക്ക് സമർപ്പിക്കാനായി നെൽവിത്തുകൾ നിറച്ച കുട്ടകളുമേന്തിയാണ് ഓരോ സംഘങ്ങളും എത്തിയത്. താലപ്പൊലിക്ക് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ വട്ടമുടി തെയ്യക്കോലം കെട്ടി വീടുകൾ കയറി ഇറങ്ങിയാണ് ഭക്തസംഘം നെൽവിത്തുകൾ ശേഖരിച്ചത്. താലപ്പൊലി ദിവസം പുത്തൂക്കാവിലേക്ക് വിവിധ സമുദായങ്ങളുടെ താലിവരവും ഉണ്ടായിരുന്നു. കൊടകര. പെരുവലൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ഡെബിൻ ഒലക്കെങ്കിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ അനീഷ് കുത്തൂർ തിരുനാൾ സന്ദേശം നൽകി. വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനാക്കൽ സഹകാർമ്മികനായി. അടയ്ക്ക പറിക്കാൻ കയറിയയാളെ കവുങ്ങ് ഒടിഞ്ഞു വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. പൊയ്യ ഗ്രീൻലാൻഡ് സ്വദേശി അരിക്കോട്ടുകാരൻ വീട്ടിൽ 58 വയസ്സുള്ള രാജുവാണ് മരിച്ചത്. ഞായറാഴ്ച അടയ്ക്ക എടുക്കാൻ വന്നയാളാണ് രാജുവിന്റെ ദേഹത്ത് കവുങ്ങ് വീണ് കിടക്കുന്ന നിലയിൽ കണ്ടത്. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. നാടകത്തിലും സിനിമയിലുമായി അഭിനയരംഗത്ത് തിളങ്ങിയ മുണ്ടൂർ സണ്ണി അരങ്ങൊഴിഞ്ഞു. ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. കാഞ്ഞിരപ്പറമ്പിൽ വർഗീസ് മകൻ സണ്ണി എന്ന മുണ്ടൂർ സണ്ണിക്ക് എന്നും അരങ്ങിനോടായിരുന്നു അഭിനിവേശം. കൊരട്ടിയിലെ കേന്ദ്ര സർക്കാർ പ്രസിൽ ജോലി ചെയ്യുന്ന കാലത്ത് ചാലക്കുടി സാരഥി നാടക സമിതിയിൽ സജീവ പ്രവർത്തകനായിരുന്നു. അക്കാലത്ത് KSRTC സംഘടിപ്പിച്ച സംസ്ഥാന നാടകോത്സവത്തിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് ജോലിയിൽ നിന്നും രാജിവെച്ച് മുഴുവൻ സമയ നാടക പ്രവർത്തകനായി. മാള അരവിന്ദനുമായുള്ള അടുത്ത സൗഹൃദം സിനിമകളിലേക്കും അവസരങ്ങൾ സമ്മാനിച്ചു. എന്നാൽ നാടകമായിരുന്നു എന്നും മുണ്ടൂർ സണ്ണിയുടെ ഇഷ്ടയിടം. തീർച്ചയായിട്ടും ഒട്ടേറെ നാടകങ്ങൾ ഞങ്ങളുടെ ഓർമ്മയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒട്ടേറെ അവാർഡുകൾ നാടകലോകത്ത് കരസ്ഥമാക്കിയ ഒരു വ്യക്തിത്വമാണ്. സംസ്ഥാന നാടകോത്സവത്തിലെ സ്റ്റേറ്റ് അവാർഡ് പോലും കരസ്ഥമാക്കിയ ഒരു വ്യക്തിത്വം മുണ്ടൂരിലുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമാണ്, ഈ നാട്ടുകാർക്ക് അഭിമാനമാണ്. അദ്ദേഹത്തിനൊപ്പം ജീവിതം മാറ്റിവെച്ചിരിക്കുന്നത് നാടകം, അതോടൊപ്പം സിനിമ. മുണ്ടൂരിൽ കലാനിവാസ് എന്ന തന്റെ സ്വന്തം വീട്ടിൽ സ്ഥിരതാമസമാക്കിയതോടെ മൗണ്ട് കാർമൽ ഇടവകയുടെ പിന്തുണയിൽ കാർമൽ തിയേറ്റേഴ്സ് എന്ന പേരിൽ നാടകസമിതിക്ക് രൂപം നൽകി. 50 വർഷത്തിലേറെ ഈ നാടകസമിതി അരങ്ങിൽ നിറഞ്ഞാടുകയാണ്. വരുന്ന ഈസ്റ്ററിന് മുണ്ടൂർ ഇടവകയിൽ പുതിയൊരു നാടകത്തിന്റെ അണിയറ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിത വിയോഗം. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം.
എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. തൃശൂർ ജില്ലാ യോഗ അസോസിയേഷൻ സൗജന്യ സൂര്യ നമസ്കാര പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. യോഗാചാര്യൻ ഗോപിനാഥ് ഇടക്കുന്നി പരിശീലനത്തിന് നേതൃത്വം നൽകി. യോഗ അസോസിയേഷൻ സെക്രട്ടറി ബാലകൃഷ്ണൻ പള്ളത്ത്, കൺവീനർ AN സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ 33 kV സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനുള്ള ഭൂമി കൈമാറ്റ പാട്ടക്കരാർ നിലവിൽ വന്നു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോഷി ചിറ്റലപ്പള്ളി എന്നിവർ പാട്ടക്കരാറിൽ ഒപ്പുവച്ചു. സേവ്യർ ചിറ്റലപ്പള്ളി MLA, ADM T മുരളി, ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS ഇന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. 20 സെന്റ് ഭൂമി KSEBക്ക് 33 kV സബ്സ്റ്റേഷനും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ഇലക്ട്രിസിറ്റി ഓഫീസ് അതിനും ആവശ്യമായ രീതിയിൽ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഓഫീസും സ്ട്രെങ്ത് ഓഫ് എടവിലങ്ങും സംയുക്തമായി ഏകദിന വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് MR കൈലാസൻ ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ MLA മുഖ്യാതിഥിയായിരുന്നു. വാർഡംഗം CA ഷഫീർ അധ്യക്ഷത വഹിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർ PM ജദീർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ക്ലബ് സെക്രട്ടറി RV അനിൽകുമാർ, മുരളി, ആൻസൺ, ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു. കുഴൂരിന്റെ കലാ സാംസ്കാരിക ഉത്സവമായി സംഘടിപ്പിക്കുന്ന അമ്പുഗ്രാമം തുറന്നു. തെക്കൻ താണിശ്ശേരി സെയിന്റ് സേവിയേഴ്സ് പള്ളിയിലെ അമ്പുതിരുനാളിന്റെ ഭാഗമായാണ് കുഴൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനത്ത് അമ്പുഗ്രാമം ഒരുക്കിയിട്ടുള്ളത്. തുടർച്ചയായി 23 വർഷം പിന്നിട്ട അമ്പുഗ്രാമം നാടിന്റെ ആഘോഷമായി മാറിയിരിക്കുകയാണ്. കല, താളം, കൂട്ടായ്മ, ഭക്ഷണ വൈവിധ്യം, വിവിധ പ്രദർശനങ്ങൾ എന്നിവയുടെ സംഗമമാണ് ഇവിടെ നടക്കുന്നത്. ഇതോടൊപ്പം നടക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങളും അമ്പുഗ്രാമത്തെ വേറിട്ടതാക്കുന്നു. വ്യാപാരമേള, അമ്യൂസ്മെന്റ് പാർക്ക്, കലാപരിപാടികൾ, പുഷ്പമേള, ഭക്ഷ്യമേള, ഡാവിഞ്ചി സുരേഷിന്റെ ദൃശ്യാവിഷ്കാരങ്ങൾ എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത്. അമ്പുഗ്രാമത്തിന്റെ ഉദ്ഘാടനം തെക്കൻ താണിശ്ശേരി സെയിന്റ് സേവിയേഴ്സ് പള്ളി വികാരി ഡോക്ടർ ഫാദർ നെവിൻ ആട്ടോക്കാരൻ നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ KP വിൽസൺ കണ്ടംകുളത്തി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, ജനറൽ കൺവീനർ ലിൻസൺ പോൾ, പ്രസിഡന്റ് ഫെബിൻ തെറ്റയിൽ എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, മാള. തൃപ്രയാർ മണപ്പുറം വയോജനക്ഷേമ സമിതിയുടെ ഡോക്ടർ BR അംബേദ്കർ സ്മൃതി പുരസ്കാരം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന് സമ്മാനിക്കുമെന്ന് CC മുകുന്ദൻ MLA അറിയിച്ചു. 15,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 31-ാം തീയതി വലപ്പാട് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പാവറട്ടി ഇടവകാംഗങ്ങളെ ആദരിച്ചു. സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി പുതിയ ജനപ്രതിനിധികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ VJ വർഗീസ്, ജിൽസ് തോമസ്, ധന്യ സിവിൽ, ആനി സണ്ണി, ബിന്ദു സാംസൺ, ഫാൻസി സുബിരാജ്, ശ്രീജ ഷാജി എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ലിവിൻ കുരുതുകുളങ്ങര, ട്രസ്റ്റിമാരായ ജോസൻ KA, ജേസൺ വടക്കൂട്ട്, OT ജോസഫ്, ലിയോ, KJ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂരിൽ വീട്ടുവരാന്തയിൽ നിന്ന് 6 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. പടിഞ്ഞാറേനട നരേങ്ങത്ത് പറമ്പിൽ ചാരുപടിക്കൽ ബൈജുവിന്റെ വീട്ടിലാണ് പാമ്പിനെ കണ്ടത്. വിവരമറിയിച്ചതിനെ തുടർന്ന് സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറി. ഇന്നത്തെ സ്വർണ്ണനിരക്ക്
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,540 രൂപ, പവന് 1,16,320 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold & Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ. നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ചിറങ്ങരയിൽ വീണ്ടും അപകടം. പാർശ്വഭിത്തിയിൽ ഘടിപ്പിക്കുന്നതിനിടെ സ്ലാബ് താഴെ വീണു. ഒഴിവായത് വൻ ദുരന്തം. പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കുന്നത് വൈകും. തൃശൂർ മൃഗശാലയിൽ നിന്ന് ഹിപ്പോപ്പൊട്ടാമസുകളെ മാറ്റുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ മാറ്റാൻ തിരക്കിട്ട ചർച്ചകൾ. വിവാഹത്തിരക്കിലമർന്ന് ഗുരുവായൂർ ക്ഷേത്രം. ക്ഷേത്രത്തിൽ നടന്നത് 265 വിവാഹങ്ങൾ. വിളറക്കാട് കടങ്ങോട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിന്റെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാത്തത് പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നു. പഴയ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ മുഖം മറച്ച നിലയിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.